63 അക്കം ഒരു അസൗകര്യമാണ്. 100+ ഒരു അനാവശ്യവും. 75-ലോ 80-ലോ നിന്നിരുന്നെങ്കിൽ താക്കോലെടുക്കുന്നവർക്കും ശ്വാസം മുട്ടുന്നവർക്കുമൊക്കെ നിറഞ്ഞാടി അവകാശവാദം ഉയർത്താമായിരുന്നു. ഇതിപ്പോൾ KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ വി ഡി സതീശൻ മുന്നോട്ട് വെച്ച 63 മണ്ഡലങ്ങൾ എന്നത് അച്ചട്ടായി ഫലം വന്നുപോയി. രാഷ്ട്രീയകാര്യ സമിതിയിൽ താൻ നടത്തിയ സർവേ പ്രകാരം 63 എന്ന് അവതരിപ്പിച്ചപ്പോഴേ മറുപക്ഷത്തിന് അപകടം മണത്തിരുന്നു. 21-ൽ നിന്നും 42 കൂടി നേടിയുള്ള ഫലത്തിലേക്കുള്ള പ്ലാനും പദ്ധതിയും നടന്ന് അത് നടപ്പാക്കിയ നേതാവിനെ പുറത്തിരുത്തി ഉപായത്തിൽ കസേര ഉറപ്പിക്കാനുള്ള പദ്ധതി ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. അതത്ര എളുപ്പമല്ലാത്തതുകൊണ്ടാണല്ലോ മുൻ അധ്യക്ഷന്മാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരെയും കേൾക്കൂ. ഇന്നലെ തമിഴ്നാട്ടിലെ ജനവികാരം നേരിട്ടറിഞ്ഞ രാഹുൽ ഗാന്ധിക്ക് 100 കടന്ന കേരളത്തിന്റെ ജനവികാരം 7-ാം നാളും പിടികിട്ടിയില്ലേ? കണ്ണുരുട്ടി ഫ്ലക്സ് അടുപ്പിച്ചാൽ ജനവികാരം അവസാനിക്കുമെന്ന് ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചതാരാണ്? കേരളത്തിന്റെ കാത്തിരിപ്പിന്റെ ദൈർഘ്യമേറുമ്പോൾ 7-ാം നാളും അഴിയാ കുരുക്കിലോ എന്നതാണ് ചോദ്യം.